നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ ആമസോൺ നദിയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയാൽ ആ ആഗ്രഹം മറന്നേ. കാരണം ഇന്ന് നിങ്ങൾ ആമസോൺ നദിയുടെ യഥാർത്ഥ നിഗൂഢത അറിയുമ്പോൾ ഉറപ്പായും ഞെട്ടും. നിങ്ങളൊരു ഔഷധ സസ്യത്തെ തേടി ആമസോൺ നദിയുടെ വിശാലമായ വെള്ളത്തിലൂടെ ഒരു ബോട്ടിൽ യാത്ര പോവുകയാണെന്ന് ചിന്തിക്കൂ. നമ്മളിപ്പോൾ പെറുവിലെ ഒരു ചെറിയ തുറമുഖത്ത് നിൽക്കുകയാണ്. നമ്മുടെ മുന്നിൽ വിശാലമായി ഒഴുക്കുന്ന ആമസോൺ നദിയെ കാണും. 6400 കിലോമീറ്റർ നീളവും ലോകത്തിലെ ഏറ്റവും കൂടുതൽ വെള്ളവും ഒഴുകുന്ന നദി. ഇനി നമ്മുടെ ബോട്ടിൽ കയറും. ഒരു അസാധാരണ സാഹസിക യാത്ര തുടങ്ങാൻ പോവുകയാണ്. ബോട്ട് നീങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. നദിയുടെ വീതി ഇവിടെ ഏകദേശം 2 കിലോമീറ്ററുകൾ. പച്ചപ്പിന്റെ മതിലുകൾ പോലെ രണ്ട് വശത്തും നിബിഡമായ മഴക്കാടുകൾ. നദിയുടെ ആഴം ഇവിടെ 10 മീറ്ററാണ്. നോക്കൂ, വെള്ളത്തിന്റെ നിറം കണ്ടോ? തവിട്ട് നിറം. ഇതെന്തുകൊണ്ടാണെന്നറിയാമോ? ആൻഡീസ് പർവ്വതങ്ങളിൽ നിന്ന് വരുന്ന ചെളിയും അവശിഷ്ടങ്ങളുമാണ് ഈ നിറത്തിന് കാരണം. പക്ഷെ കുറച്ചുകൂടി ദൂരം മുന്നോട്ട് പോയാൽ കറുത്ത വെള്ളവും പച്ച വെള്ളവുമായിരിക്കും നിങ്ങൾ കാണുക. അതാ നോക്കൂ, നമ്മുടെ കൺമുന്നിലൂടെ ആദ്യത്തെ അതിഥികൾ നീന്തി വരുന്നു. പിങ്ക് ഡോൾഫിനുകൾ. അവിശ്വസനീയമായി തോന്നുന്നുണ്ടോ? അതെ, നിങ്ങൾ ഈ കാണുന്നത് വെറും ഡോൾഫിനുകളല്ല, അപൂർവമായ പിങ്ക് നിറത്തിലുള്ളവയാണ്. ഇവരെ ബോട്ട് എന്നും വിളിക്കുന്നു. നദിയിൽ മാത്രം കാണുന്ന ഈ ഡോൾഫിനുകൾക്ക് 2.6 മീറ്റർ വരെ നീളമുണ്ടാവും. ചെറുപ്പത്തിൽ ചാര നിറമാണ്, പക്ഷെ പ്രായമാകും തോറും പിങ്ക് നിറമായി മാറും. പ്രാദേശിക ആളുകൾക്ക് ഇവരെ പറ്റൊരു കഥ പറയാറുണ്ട്. രാത്രികാലങ്ങളിൽ ഈ ഡോൾഫിൻ മനുഷ്യരൂപം കൈക്കൊണ്ട് നദിക്കരയിലെ യുവതികളെ വശീകരിക്കുമെന്ന്. നല്ല കഥ. ചിരിക്കാതെ എന്തു പറയാം. 500 മീറ്റർ പിന്നിട്ടിരിക്കുന്നു. ഇനി നദിയുടെ ആഴമേറിയ ഭാഗത്തേക്ക് എത്തുകയാണ്. ഇവിടെ ആഴം ഏകദേശം 30 മീറ്ററാണ്. വെള്ളം അല്പം കൂടുതൽ ഇരുണ്ടു വരുന്നു. സൂര്യപ്രകാശം ഇവിടെ എത്തുന്നുണ്ട്, പക്ഷെ കുറവാണ്. താഴേക്ക് നോക്കൂ, എന്താണത്? ഒരു വലിയ നിഴൽ നമ്മുടെ ബോട്ടിന് താഴെ നീങ്ങുന്നു. അയ്യേ, അതൊരു വലിയ പീരാനാകൂട്ടമാണ്. ഇവരെപ്പറ്റി ഭീകരമായ കഥകൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടായിരിക്കും, എന്നാൽ അതെല്ലാം സത്യമാണ്. സിനിമകളിൽ കാണുന്നത് പോലെ ഇവർ മനുഷ്യരെ ആക്രമിക്കാറുണ്ട്. പ്രാണികളും പുഴുക്കളുമാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. എന്നാൽ വരൾച്ച കാലത്ത് ഭക്ഷണം കുറയുമ്പോൾ ഇവർ അപകടകാരികളാണ്. ഇവരുടെ കൂർത്ത പല്ലുകൾക്ക് മുന്നിൽ ഒന്നും പിടിച്ചു നിൽക്കില്ല. പക്ഷെ നോക്കൂ, ഇവരിപ്പോൾ നമ്മളെ ശ്രദ്ധിക്കുന്നതിൽ ഇര തേടാനുള്ള തിടുക്കത്തിലാണ്. 100ഓളം പീരാനകൾ ഒരു കൂട്ടമായി നീങ്ങുന്നു. കൂട്ടമായി വേട്ടയാടുമ്പോൾ കൂടുതൽ സുരക്ഷിതമാണെന്നും. 1 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോൾ നദിയുടെ വീതിയേറിയ ഒരു ഭാഗത്തെത്തിയിരിക്കുന്നു. ഇവിടെ വീതി ഏകദേശം 5 കിലോമീറ്ററോളമുണ്ട്. ആഴം 100 മീറ്റർ വരെയാണ്. ഒഴുക്ക് ശക്തമാണെങ്കിലും നമ്മുടെ ബോട്ട് സുരക്ഷിതമായി മുന്നോട്ട് നീങ്ങുന്നു. അതാ നോക്കൂ, വെള്ളത്തിൽ നിന്ന് കുതിച്ചു ചാടിയ ആ ഭീമൻ മത്സ്യത്തെ കണ്ടോ? അതാണ് അരാബൈമ ഗിഗോസ്. അതെ, നമ്മുടെ M4 ടെക് പിടിച്ചു വളർത്ത അതേ മത്സ്യം. മലയാളികളുടെ പ്രിയപ്പെട്ട ഫിഷിംഗ് ഫ്രീക്ക് ചാനലിലൊക്കെ ഈ ഭീമൻ മത്സ്യത്തെ വളർത്തുന്നത് നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യങ്ങളിലൊന്നാണിത്. സാധാരണയായി 2 മീറ്റർ നീളവും 100 കിലോ തൂക്കവുമുള്ള ഇവയ്ക്ക് 15 അടി വരെ നീളമുണ്ടായതായി ചരിത്രരേഖകളുണ്ട്. കവചം പോലുള്ള ഇവയുടെ കട്ടിയുള്ള ചെതുമ്പലുകളെ തുളയ്ക്കാൻ സാക്ഷാൽ പീരാനകൾക്ക് പോലും കഴിയില്ല. ശക്തമായ താടിയെല്ലുകൾ ഉപയോഗിച്ച് മറ്റ് മത്സ്യങ്ങളെയും പക്ഷികളെയും കരയിലെ ചെറിയ മൃഗങ്ങളെ പോലും ഇവ വേട്ടയാടാറുണ്ട്. ഭാഗ്യവശാൽ ഇവ മനുഷ്യരെ ഉപദ്രവിക്കാറുണ്ട്. എങ്കിലും വെള്ളത്തിൽ കൈയിടരുത്, അവസാനം കൈ കാണില്ല. 2 കിലോമീറ്റർ പിന്നിട്ടിരിക്കുന്നു. അയ്യോ, ബോട്ടിന്റെ എഞ്ചിൻ പെട്ടെന്ന് ഓഫായിരിക്കുന്നു. എന്തു പറ്റി? നമ്മുടെ ബോട്ടുകാരൻ പരിഭ്രാന്തനായി എന്തോ വിളിച്ചു പറയുന്നു. ഇലക്ട്രിക്കീൽ, ഇലക്ട്രിക്കീൽ. ആമസോണിലെ ഏറ്റവും ഭയാനകമായ ജീവികളിലൊന്ന്. പേര് ഈൽ എന്നാണെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊരു നൈഫ് ഫിഷാണ്. നമ്മുടെ കാറ്റ് ഫിഷിന്റെ അടുത്ത ബന്ധു. 8 അടി വരെ നീളമുള്ള ഇവയുടെ ശരീരത്തിൽ 850 വോൾട്ട് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള പ്രത്യേക അവയവങ്ങളുണ്ട്. നമ്മുടെ വീട്ടിലെ പവർ സോക്കറ്റിൽ സാധാരണ 230 വോൾട്ട് മാത്രമേ ഉള്ളൂ എന്നോർക്കണം. ഈ ഈലിന്റെ ഒരൊറ്റ ഷോക്ക് മതി ഏതൊരാളെയും നിമിഷങ്ങൾക്കുള്ളിൽ തളർത്തി വീഴ്ത്താൻ. ആരും തുടരുത്, അവസാനം കറണ്ട് അടിച്ച് മടിക്കേണ്ടി വരും. ഭാഗ്യം, അത് നമ്മളെ ശ്രദ്ധിക്കാതെ അതിന്റെ വഴിക്ക് നീന്തിപ്പോയി. എഞ്ചിൻ വീണ്ടും സ്റ്റാർട്ടായിരിക്കും. നമുക്ക് യാത്ര തുടരാം. 5 കിലോമീറ്റർ പിന്നിട്ടിരിക്കുന്നു. ഇവിടത്തെ ആഴം 240 മീറ്ററാണ്. വെള്ളം വല്ലാതെ ഇരുണ്ടിരിക്കുന്നു. ചുറ്റിലും എന്തോ ഒരു നിഗൂഢമായ അനുഭവം. മുതലേ. പക്ഷേ സുഹൃത്തുക്കളെ, അതൊരു സാധാരണ മുതലയല്ല. ആമസോണിലെ ഏറ്റവും കരുത്തരായ വേട്ടക്കാരിൽ ഒരാളായ ബ്ലാക്ക് കൈമനാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ആക്രമണകാരികളായ മുതലവർഗ്ഗങ്ങളിൽ ഒന്നാണ്. ഇവയ്ക്ക് 20 അടി വരെ നീളമുണ്ടാകാം. നൈൽ മുതലകളെക്കാൾ വലിയ തലയും ഭാരവുമുള്ള ഇവ കണ്ടിൽ കണ്ടതിനെയെല്ലാം വേട്ടയാടും.
പിറാനിയെയും ഇലക്ട്രിക് ഈലും മുതൽ കാപ്പിബാറയെ വരെ ഇവ ഭക്ഷണമാക്കാറുണ്ട്. വിശന്നാൽ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും ഇവ വെറുതെ വിടില്ല. ആമസോണിൽ ഇതുവരെ 93 കൈമൻ ആക്രമണങ്ങൾ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 30 മരണകാരണമായി. എന്നാൽ രേഖപ്പെടുത്താത്ത എത്രയോ ആക്രമണങ്ങൾ ഇനിയും ബാക്കിയുണ്ടാകുമെന്നത് നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. ഭാഗ്യത്തിന് നമ്മുടെ ബോട്ട് വലിപ്പമുള്ളതാണ്. ആ ഭീകരൻ നമ്മളെ ഒന്ന് നോക്കി കണ്ണ് ചിമ്മി നീന്തി പോകുകയാണ് അടുത്ത ഇരയെ തേടി. 8 കിലോമീറ്റർ പിന്നിട്ടിരിക്കുന്നു. എല്ലാവരും മുറുകെ പിടിച്ചിരിക്കും. ഇനി കാണാൻ പോകുന്നത് ആമസോണിന്റെ തന്നെ ഐതിഹാസികമായ ജീവിയാണ്. വെള്ളത്തിൽ നിന്നൊരു വലിയ തലയുയർന്നു വരുന്നു. പച്ച നിറം, കണ്ണുകൾ വെള്ളത്തിന് മുകളിൽ, ശരീരം അയ്യോ എത്ര വലുതാണ്! ഗ്രീൻ അനക്കോണ്ട, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാമ്പ്. വിഷമില്ല, പക്ഷേ അത്യന്തം അപകടകാരി. ആ അനക്കോണ്ടകൾക്ക് 9 മീറ്റർ വരെ നീളവും 250 കിലോഗ്രാം വരെ തൂക്കവും ഉണ്ടാകും. ഇരയെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചാണ് ഇവ കൊലപ്പെടുത്തുന്നത്. മാൻ, കൈമൻ മുതലകൾ, കാട്ടുപന്നികൾ തുടങ്ങി ജാഗ്വാറിനെ പോലും കീഴടക്കാൻ ഈ കരുത്തർക്ക് കഴിയും. വെള്ളത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണിവർ. അതുകൊണ്ട് തന്നെ മിക്ക സമയവും നദികളിലോ ചതുപ്പുകളിലോ ആണ് ഇവയെ കാണാറുള്ളത്. വലിപ്പ കൂടുതൽ കാരണം കരയിൽ സഞ്ചരിക്കാൻ അല്പം ബുദ്ധിമുട്ടാണെങ്കിലും വെള്ളത്തിൽ അസാമാന്യ വേഗതയിൽ നീന്താൻ ഇവർക്ക് സാധിക്കും. 13 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു. നദി ഇപ്പോൾ ഇടുങ്ങിയ ഒരു ഭാഗത്തെത്തി. വെള്ളം അതിവേഗം കടലിലേക്ക് കുതിക്കുന്നു. മണിക്കൂറിൽ 8 കിലോമീറ്റർ വേഗതയിൽ. ഇവിടെയാണ് ആ വിചിത്ര മത്സ്യം വസിക്കുന്നത്. വാമ്പയർ ഫിഷ് അഥവാ പയാര. താഴത്തെ താടിയെല്ലിൽ നിന്ന് മുകളിലേക്ക് നീണ്ടു നിൽക്കുന്ന 6 ഇഞ്ചോളം നീളമുള്ള പല്ലുകൾ ഇവയ്ക്കുന്നു. അതിക്രൂരരായ ഈ വേട്ടക്കാർ ഒരു പോരാട്ടത്തിൽ നിന്നും പിന്മാറാത്തവരാണ്. കത്തി പോലെ മൂർച്ചയുള്ള പല്ലുകൾ കൊണ്ട് ഇരയെ പിടിക്കുന്നു. പാഞ്ഞു വരുന്ന ഇരയെ ഈ നീണ്ട പല്ലുകളിൽ കോർത്ത് നിർത്തി അപ്പാടെ വീഴുന്നു. മറ്റൊരു അപകടകാരി കൂടി ഇവിടെ ഉണ്ടെന്ന് ബോട്ടുകാരൻ മുന്നറിയിപ്പ് നൽകുന്നു. കാൻഡറു അഥവാ ടൂത്ത് പിക്ക് ഫിഷ്. വെറും 1 ഇഞ്ച് മാത്രം നീളമുള്ള സുതാര്യമായ ഈ മത്സ്യം ഒരു പരാന്നഭോജിയാണ്. വലിയ മത്സ്യങ്ങളുടെ ചെകിളകളിൽ ഒളിഞ്ഞിരുന്ന് ഇവ രക്തം കുടിക്കും. പ്രാദേശിക കഥകൾ പറയുന്നത് ഇത് വെള്ളത്തിൽ മൂത്രമൊഴിക്കുന്നവരുടെ മൂത്രനാളത്തിൽ കയറുന്നു. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ഒരു കേസ് മാത്രമാണെങ്കിലും ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ, ആമസോണിൽ വെള്ളത്തിൽ മൂത്രമൊഴിക്കരുതെന്ന് എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുന്നു. 20 കിലോമീറ്റർ പിന്നിട്ടിരിക്കുന്നു. നിങ്ങൾ കരുതുന്നുണ്ടാകും ഷാർക്കുകൾ കടലിൽ മാത്രമേ ഉള്ളൂവെന്ന്. പക്ഷെ അത് തെറ്റാണ്. ആമസോണിലും ഷാർക്കുകളുണ്ട്. ബുൾ ഷാർക്ക് ശുദ്ധജലത്തിലും ഉപ്പുവെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന അപൂർവ ഇനം സ്രാവുകളാണ്. കടലിൽ നിന്ന് ഏകദേശം 4000 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി ഇക്വിറ്റോസ് വരെ ഇവ എത്താറുണ്ട്. 1963 ഇവിടെ വെച്ച് 265 പൗണ്ട് തൂക്കമുള്ള ഒരു ബുൾ ഷാർക്കിനെ പിടികൂടിയിരുന്നു. സമുദ്രത്തിൽ നിന്ന് ഇത്രയും ദൂരെ ഒരു സ്രാവോ എന്ന് അന്ന് ലോകം അത്ഭുതപ്പെട്ടു. 30 കിലോമീറ്റർ പിന്നിട്ടിരിക്കുന്നു. ഇതാ നമ്മളിപ്പോൾ മെനൌസ് നഗരത്തിനടുത്ത്. ലോകത്തിലെ തന്നെ ഏറ്റവും അതിശയകരമായ ഒരു പ്രകൃതി പ്രതിഭാസത്തിന് മുന്നിലെത്തിയിരിക്കുന്നു. നോക്കൂ, വെള്ളത്തിന്റെ ആ നിറവ്യത്യാസം. ഒരു വശത്ത് തവിട്ട് നിറം, മറുവശത്ത് കറുപ്പ്. രണ്ടും ചേർന്ന് ഒഴുകുന്നുണ്ടെങ്കിലും പരസ്പരം കലരുന്നില്ല. ഇതാണ് മീറ്റിംഗ് ഓഫ് വാട്ടേഴ്സ്. തവിട്ട് നിറമുള്ള സോളിമോസ് നദിയും കറുത്ത നിറത്തിലുള്ള റിയോ നീഗ്രോയും സംഗമിക്കുന്ന ഇടം. ഏകദേശം 6 കിലോമീറ്ററോളം ഈ 2 ജലപ്രവാഹങ്ങളും ഒന്നിച്ച് എന്നാൽ വേറിട്ട് തന്നെ ഒഴുകുന്നു. പ്രകൃതി എന്തൊരു കലാകാരനാണ്! 2 വർണ്ണങ്ങൾ, ഒരു ക്യാൻവാസ്. പക്ഷെ സുഹൃത്തുക്കളെ, നമ്മൾ ഈ മാസം വന്നത് നല്ലതായി. ജൂൺ മാസത്തിൽ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങി മരിക്കാമായിരുന്നു. ആമസോണിന് പ്രധാനമായും 2 കാലങ്ങളാണുള്ളത്: മഴക്കാലവും വരൾച്ചയും. മഴക്കാലത്ത് നദിയുടെ വീതി 50 കിലോമീറ്റർ വരെയായി വർദ്ധിക്കാറുണ്ട്. സാധാരണ നിലയിൽ ഇത് വെറും 5 കിലോമീറ്റർ മാത്രമാണ്. ജലനിരപ്പ് 12 മുതൽ 15 മീറ്റർ വരെ ഉയരുമ്പോൾ മഴക്കാടുകളിലെ മരങ്ങൾ പകുതിയോളം വെള്ളത്തിനടിയിലാകും. 35 കിലോമീറ്റർ പിന്നിട്ടിരിക്കുന്നു. അങ്ങോട്ട് നോക്കൂ, ജയന്റ് ഓട്ടർ. 6 അടി വരെ നീളമുള്ള ഇവർ കുടുംബമായാണ് കഴിയുന്നത്. സാധാരണയായി 8 പേർ വരെയുള്ള സംഘങ്ങളായിട്ടാണ് ഇവയെ കാണാറുള്ളത്. 9ഓളം വ്യത്യസ്തമായ ഉയർന്ന ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ ഇവയ്ക്ക് കഴിയും. മത്സ്യങ്ങളും ഞണ്ടുകളും മാത്രമല്ല, ചെറിയ കൈമൻ മുതലകളെപ്പോലും സംഘം ചേർന്ന് വേട്ടയാടാൻ കരുത്തുള്ളവരാണ്. ആമസോണിലെ ഏറ്റവും ബുദ്ധിയുള്ളതും സാമൂഹികവുമായ ജീവികളാണിവർ. 37 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു. അതെന്താ, കല്ലുകൾ നീന്തുന്നു? അയ്യോ, അത് കല്ലുകളല്ല, മാറ്റ ആമകളാണ്. ശരിക്കും ഒരു ചരിത്രാതീത ജീവി. ഇതിന്റെ കഴുത്ത് ശരീരത്തേക്കാൾ നീളത്തിൽ പുറത്തേക്ക് നീട്ടാൻ കഴിയും. വെള്ളത്തിനടിയിൽ ഒരു ഉണങ്ങിയ ഇല പോലെ നിശ്ചലമായി കിടക്കുന്ന ഇവയെ ഇരകൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല.
ചെറിയ മീനുകൾ അരികിലെത്തിയാൽ മിന്നൽ വേഗത്തിൽ വായി തുറന്ന് ഇവ അവയെ വിഴുങ്ങിക്കളയും. അയ്യോ, എന്താണത്? നമ്മുടെ ബോട്ടിൽ എന്തോ കയറി. തേയില നിറത്തിലുള്ള ഒന്ന്. ആമസോണിലെ അട്ടകൾ. ഇത് സാധാരണ അട്ടകളെ പോലെയല്ല, അപകടകാരികളാണ്. നിങ്ങളുടെ ചലനവും മിഴലും കണ്ടെത്തി പിന്തുടരും. കുത്തുമ്പോൾ വേദന അറിയില്ല, പക്ഷെ ഇതുപോലുള്ള 10 കടിച്ചാൽ മതി നിങ്ങളുടെ ദേഹത്തിലെ പകുതി രക്തവും അതിന്റെ വായിൽ കാണും. എല്ലാവരും ഒന്ന് ശരീരം നോക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കാത്ത ശരീരഭാഗത്തിൽ വരെ ഇത് കീറിപ്പോയെന്ന് വരാം. 58 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോൾ ആമസോൺ നദീമുഖത്തെത്തിയിരിക്കുന്നു. അറ്റ്ലാന്റിക് സമുദ്രം തൊട്ടടുത്താണ്. ഇവിടെ നദിക്ക് ഏകദേശം 207 മൈൽ വീതിയുണ്ട്. ജാഗ്രത പാലിക്കാൻ ബോട്ടുകാരൻ മുന്നറിയിപ്പ് നൽകുന്നു. വർഷത്തിൽ 2 തവണ മാത്രം സംഭവിക്കുന്ന ഒരു പ്രകൃതി വിസ്മയം ഇവിടെ അരങ്ങേറാറുണ്ട്. അതാണ് ഒറോറോ അഥവാ ടൈഡൽ ബോർഡ്. സമുദ്രത്തിലെ വേലിയേറ്റം നദിയിലേക്ക് ഇരച്ചു കയറുമ്പോൾ ഉണ്ടാകുന്ന ഭീമാകാരമായ തിരമാലയാണിത്. മണിക്കൂറിൽ 25 കിലോമീറ്റർ വേഗതയിൽ 5 മുതൽ 12 അടി വരെ ഉയരത്തിൽ ഒരു വലിയ ജലഭിത്തി പോലെ ഇത് നദിയിലേക്ക് പാഞ്ഞു കയറും. 76 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇത് ആരെടുത്തും പുറത്തു പറയരുത്. ആമസോണിന്റെ ഏറ്റവും വലിയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് ഈ സ്ഥലത്തിന്റെ താഴെയാണ്. 2011 ശാസ്ത്രജ്ഞർ വിസ്മയിപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ നടത്തി. ആമസോൺ നദിക്ക് 4 കിലോമീറ്റർ താഴെയായി മറ്റൊരു നദി ഒഴുകുന്നു. ഹംസ എന്നാണ് ഇതിന്റെ പേര്. ആമസോണിന്റെ ഒരു ഭൂഗർഭ പകർപ്പ് പോലെ അതേ ദിശയിൽ ഒഴുകുന്ന ഈ നദിക്ക് ആമസോണിനേക്കാൾ 4 ഇരട്ടി വീതിയുണ്ട്. പക്ഷെ ഇതിന്റെ വേഗത കേട്ടാൽ നിങ്ങൾ ഞെട്ടും. മണിക്കൂറിൽ വെറും 1 മില്ലിമീറ്റർ മാത്രം. സുഷിരങ്ങളുള്ള പാറകളിലൂടെ പതിയെ ഒഴുകുന്ന ഉപ്പുവെള്ളമാണിത്. ഇതിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനായ ഹംസയുടെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. 80 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ യാത്ര അവസാനിക്കാൻ ഇനി കുറച്ചു ദൂരം കൂടിയേ ബാക്കിയുള്ളൂ. പക്ഷേ അതിനു മുമ്പ് ഈ ഐതിഹ്യങ്ങളും രഹസ്യങ്ങളും അറിയണം. പ്രാദേശിക ആളുകൾ പറയുന്നു നദിയുടെ ആഴത്തിൽ ഒരു വലിയ സർപ്പം വസിക്കുന്നുവെന്ന്. ബോയ്താത്ത അഥവാ യാക്കുമാമ, മഹാസർപ്പം. ഇത്ര വലുതാണത്രേ അതിന്റെ ശരീരം. നദിയുടെ ഒഴുക്ക് തടയാൻ കഴിയുമെന്ന് മത്സ്യത്തൊഴിലാളികൾ സത്യം ചെയ്യുന്നു. തങ്ങളുടെ ബോട്ടിനടിയിൽ എന്തോ വലിയത് സാവധാനം നീങ്ങുന്നത് കണ്ടിട്ടുണ്ടെന്ന്. നദിയുടെ അടിത്തട്ടി വിറയ്ക്കുന്നുണ്ടായിരുന്നുവെന്ന് ചിലർ വിശ്വസിക്കുന്നു. ആ സർപ്പം വനം സംരക്ഷിക്കുന്നുവെന്ന്. വിഭവങ്ങൾ മാനിക്കാതെ ചൂഷണം ചെയ്യുന്നവരെ സമയമെത്തുമ്പോൾ ശിക്ഷിക്കുമെന്ന്. മുറുകെ പിടിക്കുക. വെള്ളത്തിന്റെ വേഗത കൂടുകയാണ്. 88 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു. പൈരാപ്പുടങ്ക. പേരുകേട്ട് ആരും പേടിക്കരുത്. ഇത് ഇവിടെ ജീവിക്കുന്ന ഒരു മനോഹര മത്സ്യത്തിന്റെ പേരാണ്. വർണ്ണാഭമായ ചെതുമ്പലുകൾ. വളരെ കൗതുകകരവും. ശുദ്ധജലത്തിൽ കാണപ്പെടുന്ന ഏറ്റവും സുന്ദരമായ മത്സ്യങ്ങളിൽ ഒന്നാണ്. ഒരുമിച്ച് കൂട്ടമായി നീന്തിത്തുടിക്കുന്ന ഇവ നദിയെ ഒരു വർണ്ണക്കാഴ്ചയാക്കി മാറ്റുന്നു. നോക്കൂ, ഡിസ്കസ് ഫിഷ്. നല്ല വൃത്താകൃതിയിലുള്ള മത്സ്യം. നീല, ചുവപ്പ്, പച്ച, മഞ്ഞ തുടങ്ങി വിവിധ നിറങ്ങളിൽ ഇവയെ കാണാം. അതീവ സുന്ദരമായതുകൊണ്ടാണ് ഇവയെ അക്വേറിയങ്ങളിലെ രാജാവ് എന്ന് വിളിക്കുന്നത്. 102 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു. യാത്രയുടെ അവസാനം. പക്ഷെ പുതിയൊരു തുടക്കമാണ്. നമ്മളിപ്പോൾ ആമസോൺ നദീമുഖത്തെത്തിക്കഴിഞ്ഞു. മുൻപിൽ അനന്തമായ അറ്റ്ലാന്റിക് സമുദ്രം. ആമസോണിന്റെ തവിട്ട് നിറമുള്ള ജലം സമുദ്രത്തിന്റെ നീലിമയിലേക്ക് ലയിക്കുന്ന കാഴ്ച നോക്കൂ. ഓരോ സെക്കൻഡിലും 2,19,000 ക്യൂബിക് മീറ്റർ വെള്ളമാണ് ഈ നദി സമുദ്രത്തിലേക്ക് ഒഴുക്കുന്നത്. ലോകത്തിലെ സമുദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന മൊത്തം ശുദ്ധജലത്തിന്റെ 1/6 ഈ ഒരൊറ്റ നദിയുടെ മാത്രം സംഭാവനയാണ്. എന്നാൽ നമ്മുടെ യാത്രയുടെ തുടക്കം ഓർമ്മയുണ്ടോ? ഒരു അപൂർവ ഔഷധ സസ്യത്തെ തേടിയാണല്ലോ നമ്മൾ ഇറങ്ങിയത്. ഒടുവിൽ നമ്മളത് കണ്ടെത്തിയോ? അതെ. പക്ഷെ ആ ഔഷധം മറ്റൊന്നുമല്ല, ഈ ആമസോൺ തന്നെയാണ്. ഈ അത്ഭുത നദിയും ഇതിലെ ജീവജാലങ്ങളും ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളുമാണ് യഥാർത്ഥ ഔഷധം. പക്ഷേ ഈ മഹാത്ഭുതം ഇന്ന് അപകടത്തിലാണ്. വനനശീകരണവും മലിനീകരണവും കാലാവസ്ഥാ വ്യതിയാനവും ആമസോണിന്റെ താളം തെറ്റിക്കുന്നു. വരും തലമുറകൾക്കായി ഈ പ്രകൃതി നിധി സംരക്ഷിക്കുക എന്നത് നമ്മുടെ കടമയാണ്. പക്ഷെ എന്തുകൊണ്ട് ഒരിക്കലും കടലിന്റെ ആഴം അളക്കാൻ കഴിയില്ല? അതിന്റെ യാഥാർത്ഥ്യം അറിയണമെങ്കിൽ ഇവിടെ തുടരുക.